എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ രാജാവിനെ അന്നേരം വാരിക്കേണ്ടത് ദൈവഹിതമല്ലായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം. പ്രൈസ് ലോർഡ്. അതിന്റെ 12-ാം അധ്യായം 12th chapter. പ്രൈസ് ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. അതിന്റെ 17-ാം വാക്യം വായിച്ചാട്ടെ. 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. പിന്നെ ഞാൻ യഹോവയോട് അപേക്ഷിക്കും. ഞാൻ യഹോവയോട് അപേക്ഷിക്കും. അവൻ ഇടിയും മഴയും അയക്കും. അവൻ ഇടിയും മഴയും അയക്കും. പിന്നെ നിങ്ങളൊരു രാജാവിനെ ചോദിക്കുകയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര? യഹോവയോട് അവരെന്ത് ചെയ്തു? ദോഷം ചെയ്തു. അപ്പം ദൈവത്തോട് നാം ചോദിക്കുന്ന കാര്യങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ ചോദിക്കുന്ന വിഷയങ്ങളിൽ ന്യായം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ദൈവത്തോട് എന്ത് ചെയ്യുവാൻ, നമ്മൾ ചോദിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നാം ചോദിക്കുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം തരും. എന്നാൽ തരുന്നതിനോട് കൂടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് അതിനൊരു വില നാം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. He gave them the desire of their heart, but he also gave them leanness in their soul. അവന്റെ ആഗ്രഹങ്ങളെ നൽകിയെങ്കിലും അവരുടെ ആത്മാവിൽ ക്ഷയം കൊടുത്തെന്നാ പറഞ്ഞു. പ്രൈസ് ലോർഡ്. സങ്കീർത്തനങ്ങളിൽ പറയുന്നു, he gave them leanness in their heart. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ദൈവം ഇതിൽ ചോദിക്കുന്നതെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ വിവിധമായിരിക്കാം, ഉന്നതമായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠമായിട്ട് നമുക്ക് തോന്നിയേക്കാം, നല്ലൊരു വിഷയമാണെന്ന് ഒരു പക്ഷേ നമ്മൾ കരുതിയേക്കാം. എങ്കിലും നാം മനസ്സിലാക്കേണ്ടത് അത് ദൈവഹിത പ്രകാരമാണോ അല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. എന്നാൽ എനിക്ക് ശമൂവേലിന്റെ ആ മനോഭാവം ആ വിഷയത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയുകയാണ്, ഇനി 18-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. പിന്നെ ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട്, അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുതേ. രാജാവിനെ അപേക്ഷിച്ചാൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണം, സകല പാപത്തോടും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ദോഷവും. അപ്പം ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട്? പ്രവൃത്തിയെല്ലാം ദോഷമുള്ളതാ, പാപമുള്ളതാ. ആ പാപങ്ങളോടുകൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ദോഷം കൊണ്ട് ചേർത്തിരിക്കുക. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ദീർഘക്ഷമുള്ള ദൈവമാ, മഹാകരുണയുള്ള ദൈവമാ. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? നാം വളരെ ഈ ദോഷങ്ങളിൽ സൂക്ഷ്മതയോട് കാര്യങ്ങൾ നാം എന്ത് ചെയ്യണം? വീക്ഷിച്ചിട്ട് വേണം ദൈവത്തിൽ ചിലതൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ദോഷമായിട്ടോ മറിച്ച് കെണിയായിട്ടോ വരുവാനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. പ്രൈസ് ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഗിദിയോനെ കുറിച്ച് നാം വായിക്കുന്നു. ഗിദിയോൻ ദൈവജനത്തിനു വേണ്ടി വലിയ വിടുതലൊക്കെ നൽകി. എന്നാൽ അവസാനം തന്റെ ജീവിതത്തിൽ താന് ചില കാര്യങ്ങൾ ചെയ്തത് തനിക്ക് എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കേം എ സ്നേർ. 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ കുണുക്കും കിടുക്കും പൊന്നും എല്ലാം കൂടെ മേടിച്ചിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ടൊരു രൂപം അങ്ങുണ്ടാക്കി. ആ രൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ചു. ജനമെല്ലാം ഇതിനെ വന്ന് എന്ത് ചെയ്തു? നമസ്കരിച്ചു, ആരാധിച്ചു, സേവിച്ചു. അത് പിന്നത്തേതിൽ ഗിദിയോന്റെ ജീവിതത്തിൽ എന്തായിട്ട് മാറി? അവന്റെ കുടുംബത്തിന് അതൊരു കെണിയായിട്ട് മാറി. ഞാൻ പറയാം, ആഗ്രഹങ്ങൾ നല്ല, ഉദ്ദേശങ്ങളൊക്കെ നല്ലതാ. എങ്കിലും ഇന്ന് രാത്രികാലം പ്രൈസ് ഗോഡ്, ആമേൻ, നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യണം? ശോധന ചെയ്തു വേണം നാം ഓരോ പ്രവൃത്തിയിലും നാം എന്ത് ചെയ്യുവാൻ, ഇടപെടുവാൻ. ദൈവഹിതമല്ലാത്ത, ദൈവത്തിന്റെ വചനത്തിന് ചേരാത്ത, ദൈവഹിതത്തിൽ പെടാത്തതായിരിക്കുന്ന ഒരു വിഷയത്തിനു വേണ്ടി നാം എന്ത് ചെയ്യാൻ പാടില്ല? ബന്ധപ്പെടുവാൻ പാടില്ല. ദൈവഹിതമില്ലാത്തൊരു വിഷയത്തിൽ നാം ഏർപ്പെടുവാൻ ദൈവജനം എന്ത് ചെയ്യല്ലേ? ബന്ധപ്പെടല്ലേ? കാത്തിരിക്കുക, അവനായി നാം കാത്തിരിക്കുക. ദർശനത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു അവധി വെച്ചിരിക്കുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് വരുവാൻ അത് ബന്ധപ്പെടുകയാണ്.
അത് വരും, വൈകിയില്ല, വരും നിശ്ചയം. പ്രൈസ് ലോർഡ്. എന്നാൽ അതിനായിട്ട് നാം എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പ്രൈസ് ലോർഡ്. ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. ദൈവസമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം എന്ത് ചെയ്യുക? കാത്തിരിക്കുക. സമയത്തിന് മുൻപേ നാം എന്ത് ചെയ്യല്ലേ? ഒന്നും തന്നെ നാം ആവശ്യമില്ലാതെ ഒന്നും തന്നെ ചോദിക്കല്ലേ. പല കാരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കൂടെ നമുക്ക് തെളിയിക്കാം. ആ വിഷയത്തിൽ അവർ സമയത്തിന് മുൻപ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളത്, ദോഷമായി തീർന്നെന്നുള്ളതിന്റെ കാരണങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠമാണ്. അവർക്ക് വന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വരുവാൻ പാടില്ല. ആ തിരുവചന ഭാഗങ്ങൾ ഈ പഴയ നിയമത്തിലെ ശൗലിന്റെയും ദാവീദിന്റെയും രണ്ടുപേരുടെയും ജീവിതം തമ്മിൽ നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ആത്മീക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ്. ശൗലിനെ കുറിച്ച് പഠിച്ച ബെന്യാമിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗോത്രം. ഇത് തന്നെ അഭിഷേകം തൈലം അവന്റെ മേൽ വീരുമ്പോൾ ശൗല് പറയുന്നുണ്ട്, ഞങ്ങൾ ബെന്യാമിൻ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രമാണ്, ഇതിനൊന്നും യോഗ്യതയില്ല. താഴ്മയുണ്ടെന്ന് പറഞ്ഞാലും പ്രൈസ് ലോർഡ്, ആമേൻ, താഴ്മ വാക്കിൽ മാത്രം എന്ത് ചെയ്തു? താനെ ഒതുക്കി നിർത്തി. സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തില്ല? അവനത് ഓർത്തില്ല, അത് മറന്നു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുവാൻ, ദോഷം പ്രവർത്തിക്കുവാൻ ശൗൽ എന്ത് ചെയ്തു? തുനിഞ്ഞു. പ്രൈസ് ലോർഡ്. അത് ഇന്ന് രാത്രികാലം നാം തിരിച്ചറിയണം. പ്രൈസ്. നാം തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലാണ്, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. 15-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ 15th chapter, പ്രൈസ് ലോർഡ്, ദൈവത്തെ എങ്ങനെ നമ്മൾ സേവിച്ചു കൂടാ? ദാവീദ് ദൈവത്തെ തന്റെ തലമുറയിൽ ദൈവഹിത പ്രകാരം സേവിച്ചു എന്ന് നാം വായിച്ചു. പ്രൈസ് ലോർഡ്. എന്നാൽ ശൗല് എന്ത് ചെയ്തില്ല? ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ എന്താണ് തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ? പ്രൈസ് ലോർഡ്. നമ്മുടെ മിസ്റ്റേക്ക്, മറ്റുള്ളൊരു മിസ്റ്റേക്കിൽ നിന്ന് നമ്മള് പാഠങ്ങൾ പഠിക്കണം. അത് ആവർത്തിക്കാനല്ല, മനസ്സിലാക്കി ജീവിതം നമ്മൾ ക്രമീകരിച്ച് നാം മുൻപോട്ട് പോകാൻ വേണ്ടിയാണ് ഈ ദൈവവചനം, പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളെല്ലാം നമ്മുടെ മുൻപിൽ എന്ത് ചെയ്തിരിക്കുന്നത്? അതുപോലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ നാം വായിക്കുന്നത് 15-ാം അധ്യായത്തില് ശമൂവേൽ പ്രവാചകൻ വന്ന് ശൗലിനോട് ഒരു പ്രത്യേക അറിയിപ്പ് ഇത്രേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. എന്താ അറിയിപ്പ് എന്ന് ചോദിച്ചാൽ 1-ാം വാക്യത്തില് ഇതും അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ എന്ത് ചെയ്യുക? കേട്ടുകൊള്ളുക. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അനേകർ തെറ്റിപ്പോകുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്താ ചോദിച്ചാൽ, കേൾക്കുന്ന വചനം അനുസരിച്ചല്ല അവരെന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. കേൾവി, പ്രവൃത്തി, ഇത് രണ്ടും കൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തില്ല? യാതൊരു വളരെ വ്യത്യസ്തമായിരിക്കുന്ന ജീവിതമാണ്. അവരുടെ ചിന്താഗതികൾക്ക് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന നിലപാടാണ്. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ശമൂവേൽ വന്ന് ശൗലിനോട് പറഞ്ഞു, എന്താണെന്നറിയാമോ? നീ 7 ദിവസം എന്ത് ചെയ്യണം? ഗിൽഗാലിൽ പാർക്കണം. ഗിൽഗാലിൽ പാർക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യാം? ഹോമയാഗം അർപ്പിക്കാൻ ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞ് ചരിത്രം നിങ്ങൾ പുറകോട്ട് 10-ാം അധ്യായം 8-ാം വാക്യം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സമയമില്ലാത്തത് വേഗം മുന്നോട്ട് പോവുക. അവിടെ പറഞ്ഞപ്പോൾ ഫിലിസ്തീനെല്ലാരും കൂടെ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തിന് നേരെ വന്നു. ഫിലിസ്തീനെല്ലാം ഇസ്രായേൽ ജനത്തിന് നേരെ വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ശമൂവേൽ വരാൻ താമസിക്കുന്നു. ജനമെല്ലാം പേടിക്കുന്നു. അവര് ഗുഹകളിൽ ചെന്ന് ഒളിക്കുന്നു. ഇങ്ങനെയും വന്നപ്പോൾ എന്താ ചെയ്യേണ്ടത്? പരവേശം കൊണ്ട് എന്ത് ചെയ്തു?
ശൗല് കയറി അങ്ങ് യാഗമർപ്പിച്ചു. അവിടെ ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അല്പം കൂടെ നിന്നായിരുന്നെങ്കിൽ നിന്റെ രാജ്യത്വം എന്ത് ചെയ്തേനുമായിരുന്നു, സ്ഥിരപ്പെടുത്തേനുമായിരുന്നു. പക്ഷെ നീ എന്ത് ചെയ്തില്ല, നീ അത് ചെയ്തില്ല.